വെൽക്കം ബാക്ക് ടു കുസൃതി ട്രാവൽ ആൻഡ് ടെക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വളരെ ചെലവ് കുറച്ച് ഒരു ഇൻവെർട്ടർ എങ്ങനെ റെഡിയാക്കി എടുക്കാം എന്നതിനെ പറ്റിയാണ്. അതും 300 വാട്ട്സ് ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു അടിപൊളി ഇൻവെർട്ടർ ആണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. കുറച്ച് കമ്പോണന്റ് ഒക്കെ ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് നമുക്ക് ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. നമുക്ക് അതിന്റെ ഡീറ്റെയിലേക്ക് പോവാം. എന്നും പറയുന്ന പോലെ ഡീറ്റെയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ഉടൻ തന്നെ കാണാൻ സാധിക്കും. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക്. ഞാനിവിടെ എടുത്തിരിക്കുന്ന 2 മോസ്ഫെറ്റ് ആണ്. IRF 75N 75N പറയുന്നത്. ഇതെടുക്കാൻ കാരണം എന്ന് വെച്ചാൽ നല്ല ഔട്ട്പുട്ടും കിട്ടും, അതുപോലെ അധികം ഹീറ്റും ആകുന്നില്ല. അതുകൊണ്ട് നമുക്ക് അത്ര വലിയ ഹീറ്റ് സിങ്കിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാനിവിടെ 2 മോഡൽ ഹീറ്റ് സിങ്ക് ഉണ്ട്. നമുക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. കുറച്ചും കൂടെ വലുതായിട്ട് ആയിരിക്കും കുറച്ച് ബെറ്റർ. അതുകൊണ്ട് ഞാൻ പഴയ ഒരു SMBSൻ്റെ അഴിച്ചെടുത്തൊരു ഹീറ്റ് സിങ്കാണ് ഉപയോഗിക്കാൻ പോകുന്നത്. പിന്നെ നമുക്ക് അടുത്തത് വേണ്ടത് റെസിസ്റ്ററാണ്. ഇത് 4 റെസിസ്റ്ററാണ് നമുക്ക് വേണ്ടത്, 330 ഓംസിൻ്റെ. പിന്നെ നമുക്ക് ഒരു വാഷ് ടൈപ്പ് സ്ക്രൂ വേണം, അതായത് നമ്മുടെ ഹീറ്റ് സിങ്കുമായിട്ട് ഫിക്സ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ വാഷ് ടൈപ്പ് തന്നെ നോക്കി തന്നെ എടുക്കണം. പിന്നെ ഒരു PCBയും. പിന്നെ ഇതിനടുത്ത് എടുത്തിരിക്കുന്ന ട്രാൻസ്ഫോമർ ഞാൻ 12012 5 ആംപിയറാണ്. നമുക്കൊരു 1.5 ആംപിയർ തൊട്ട് 5 ആംപിയർ ഉപയോഗിക്കാം. നമുക്കിതെങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത് നോക്കാം. അപ്പം ഹീറ്റ് സിങ്കിൽ ഫിക്സ് ചെയ്തതിന് മുമ്പായിട്ട് ഒരു ഇത് സിങ്കുമായിട്ട് അറ്റാച്ച് ആയിരിക്കാൻ വേണ്ടി ഒരു ഷീറ്റും കൂടെ നമുക്ക് അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത് നോർമൽ കടകളിലൊക്കെ മേടിക്കാൻ കിട്ടുന്നതാണ്. നമുക്ക് പേസ്റ്റ് വെച്ച് അപ്ലൈ ചെയ്ത് അത് ഒട്ടിച്ചിട്ട് നമുക്കിത് സ്ക്രൂ ചെയ്യാം. സ്ക്രൂ ചെയ്യുന്നു പറഞ്ഞാൽ ആ വാഷ് ടൈപ്പ് സ്ക്രൂ തന്നെ നമുക്ക് വേണം. കാരണം ഇതിൻ്റെ ലെഗ് നമുക്ക് ഒരിക്കലും നമ്മുടെ ഹീറ്റ് സിങ്കുമായിട്ട് അറ്റാച്ച് ആകാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ അവിടെ ഒരു ഷീറ്റ് വെച്ചിട്ട് ഇടയ്ക്ക് വെച്ച് ഇത് സ്ക്രൂ ചെയ്യുന്നത്. കറക്റ്റ് സെൻറ്ററിൽ വെച്ച് തന്നെ നമുക്ക് സ്ക്രൂ ചെയ്യാം. ഇതൊരു SMBSൻ്റെയാണ്. അപ്പം നിങ്ങൾക്ക് പഴയ ഏതെങ്കിലും SMBS ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അഴിച്ചെടുത്തിട്ട് നമുക്ക് ഹീറ്റ് സിങ്ക് ഉപയോഗിക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ വാഷ് ടൈപ്പ് സ്ക്രൂ. അപ്പോൾ അത് പ്രത്യേകം നോക്കി തന്നെ മേടിക്കണം. ഇനി നമുക്കിതൊന്ന് ടൈറ്റായിട്ട് നന്നായിട്ടൊന്ന് ഫിക്സ് ചെയ്ത് വെക്കാം. ഓക്കെ, അങ്ങനെ ഒരെണ്ണം ഫിക്സ് ചെയ്തു. അതുപോലെ തന്നെ സെയിം രീതിയിൽ തന്നെ നമുക്ക് അടുത്തതും ഫിക്സ് ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മൾ അടുത്ത രണ്ടാമത്തെയും കൂടെ ഫിക്സ് ചെയ്തു. ഞാനിതൊരു ഒരു PCBയിലാണ് വെച്ച് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിരിക്കുന്നത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ച് നീറ്റായിട്ടിരിക്കും. ഇനി നമുക്ക് കണക്ഷൻ കറക്റ്റാണോ, അതായത് നമ്മുടെ ബോഡിയായിട്ട് ടച്ച് ആയിട്ടുണ്ടോ ഈ മോസ്ഫെറ്റ് എന്നൊന്ന് ചെക്ക് ചെയ്യണം. അതിന് കണ്ടിന്യൂറ്റി മോഡിൽ നമ്മൾ നമ്മുടെ മൾട്ടിമീറ്റർ വെച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്യുന്ന എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. നമ്മൾ ആ സെൻട്രൽ ലെഗും ആ ഹീറ്റ് സിങ്കും കൂടെ ഒന്ന് വെച്ച് നോക്കിയാൽ മതി. ഒരിക്കലും നമ്മുടെ ഈ മോസ്ഫെറ്റ് നമ്മുടെ ഹീറ്റ് സിങ്കുമായിട്ട് അറ്റാച്ച് ആകാൻ പാടില്ല. അതറിയാൻ വേണ്ടിയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ചെക്ക് ചെയ്ത് നമുക്കങ്ങനെ അറ്റാച്ച് ആവുകയാണെങ്കിൽ അത് ഷോർട്ടായി പോകും. അതുകൊണ്ട് ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ മൈക്ക ഷീറ്റ് വെച്ചിരിക്കുന്നത് പ്രോപ്പറായിട്ടാണോ എന്നൊക്കെ നമുക്ക് നോക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി നമുക്ക് ഇതൊരു PCBയിലേക്കാണ് നമ്മൾ അറ്റാച്ച് ചെയ്യേണ്ടത്. അതിന് ഞാനൊരു PCB എടുത്ത് ഹോളൊക്കെ ഇട്ടിട്ട് അത് സോൾഡറിങ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പം സോൾഡറിങ് നമുക്ക് ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ ചെയ്യാം. നന്നായിട്ട് തന്നെ അതിൻ്റെ രീതി തന്നെ ഒരു ലെഗിലേക്ക് കൂട്ടിമുട്ടാതെ തന്നെ ചെയ്യുക.
ഇനി നമുക്ക് അടുത്ത് കണക്ഷൻ കൊടുക്കേണ്ടത് 330 ഓംസിലുള്ള റെസിസ്റ്ററാണ്. റെസിസ്റ്റർ എടുത്തു. ഇതിൻ്റെ കണക്ഷൻ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതും സെക്കൻഡ് ലെഗിൽ നിന്ന് ഫസ്റ്റ് ലെഗിലേക്കാണ്. കണ്ടില്ലേ, നമ്മൾ ആദ്യം ഫസ്റ്റ് കണക്ട് ചെയ്യേണ്ട സെക്കൻഡ് ലെഗിൽ നിന്ന്, അതായത് ഫസ്റ്റ് മോസ്ഫെറ്റിൻ്റെ സെക്കൻഡ് ലെഗിൽ നിന്ന് സെക്കൻഡ് മോസ്ഫെറ്റിൻ്റെ ഫസ്റ്റ് ലെഗിലേക്കാണ് കണക്ഷൻ കൊടുക്കേണ്ടത്. കണക്ഷൻ നമുക്ക് ബാക്കിൽ ഇത് തന്നെ ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് അതിൻ്റെ ലെങ്തിൽ തന്നെ നമുക്ക് ഫുൾ സോൾഡറിങ് ചെയ്യണമെന്നില്ല. ഇതിൻ്റെ സെയിം നമുക്ക് മെറ്റൽ പോർഷനിൽ തന്നെ നമുക്കത് സോൾഡർ ചെയ്ത് വെക്കാം. അപ്പോൾ പ്രോപ്പറായിട്ട് തന്നെ സോൾഡറിങ് ചെയ്യുക. കണ്ടില്ലേ, ഫസ്റ്റിൻ്റെ സെക്കൻഡ് ലെഗിലേക്കും സെക്കൻഡ് മോസ്ഫെറ്റിൻ്റെ ഫസ്റ്റ് ലെഗിലേക്കുമാണ് നമുക്കിത് ഫസ്റ്റ് കണക്ഷൻ കൊടുക്കേണ്ടത്. ഓക്കെ, അങ്ങനെ അപ്പം നമ്മൾ ഒരു ട്രാൻസിസ്റ്റർ ഫിക്സ് ചെയ്തു. ഒന്നുകൂടെ പറയാം, സെക്കൻഡ് മോസ്ഫെറ്റിൻ്റെ ഫസ്റ്റ് മോസ്ഫെറ്റിൻ്റെ സെക്കൻഡ് ലെഗിൽ നിന്ന് സെക്കൻഡ് മോസ്ഫെറ്റിൻ്റെ ഫസ്റ്റ് ലെഗിലേക്കാണ് വേണ്ടത്. നമുക്ക് ഇതുപോലെ അടുത്ത് കണക്ട് ചെയ്യാം. അടുത്ത കണക്ഷൻ വേണ്ടത് നമ്മൾ ഫസ്റ്റ് ലെഗിൽ നിന്ന് സെക്കൻഡ് ലെഗിലേക്കാണ്. കണ്ടില്ലേ, ഫസ്റ്റ് ലെഗിൽ നിന്ന് സെക്കൻഡ് ലെഗിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാം. ഇതും ഇതുപോലെ തന്നെയാണ്. ബാക്കിൽ ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് നന്നായിട്ട് അതും സോൾഡറിങ് ചെയ്യുക. ഓക്കെ, അങ്ങനെ അതും ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കണക്ഷനെല്ലാം നമ്മൾ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് ഒരു 2 റെസിസ്റ്ററും കൂടെ കണക്ട് ചെയ്യണം. ആ 2 റെസിസ്റ്ററിൻ്റെ സെൻറ്ററിൽ നമ്മൾ ജോയിൻ ചെയ്യാനുണ്ട്. നിങ്ങൾ ബാക്ക് സൈഡിലേക്ക് നോക്കിക്കോളൂ. ആ 2 ലെഗ് നമുക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ട് അത് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഉണ്ടല്ലേ? ഓക്കെ, നന്നായിട്ടത് ജോയിൻ ചെയ്യുക. അതിന് ശേഷം നമ്മൾ ആദ്യത്തെ റെസിസ്റ്ററിൻ്റെ ലെഗിൽ നിന്ന് മോസ്ഫെറ്റിൻ്റെ ഫസ്റ്റ് ലെഗിലേക്കാണ് നമ്മൾ വെക്കേണ്ടത്, കണക്ഷൻ കൊടുക്കേണ്ടത്. ഓൾറെഡി ഫസ്റ്റ് ലെഗിലേക്ക് നമ്മൾ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. ഇങ്ങനെ നോക്കിയാൽ കാണാൻ സാധിക്കും. ഇതിൻ്റെ ഫസ്റ്റ് ലെഗിൽ നിന്ന് ഉണ്ടോ, ഫസ്റ്റ് ലെഗിലേക്ക് കൊടുക്കുക. അതുപോലെ രണ്ടാമത്തെ സെക്കൻഡ് ലെഗിലേക്കും കൊടുത്തു. അങ്ങനെ അത് നമ്മൾ നന്നായിട്ട് സോൾഡർ ചെയ്തിട്ടുണ്ട്. അതായത് മോസ്ഫെറ്റിൻ്റെ ഫസ്റ്റ് ലെഗിലേക്ക്, രണ്ടാമത്തെ മോസ്ഫെറ്റിൻ്റെ ഫസ്റ്റ് ലെഗിലേക്ക്. ഓക്കെ, അങ്ങനെ അപ്പോൾ നമ്മൾ കണക്ഷൻസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് വേണ്ടത് അതിനൊരു ജമ്പർ വയർ കണക്ട് ചെയ്യണം. അത് നമുക്ക് വേണ്ടത് ആ 2 റെസിസ്റ്ററിൻ്റെ സെൻറ്ററിൽ നിന്ന് ലാസ്റ്റ് ലെഗിലേക്കാണ് നമുക്ക് ജമ്പർ വേണ്ടത്. ഇതിപ്പോൾ 2 ലെഗിൻ്റെ മിഡിലാണ് നമ്മൾ സോൾഡർ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് മോസ്ഫെറ്റിൻ്റെ ലാസ്റ്റ് ലെഗിലേക്കാണ് സോൾഡർ ചെയ്ത് പിടിപ്പിച്ചേക്കുന്നത്. അങ്ങനെ കണക്ഷൻ കൊടുത്തു. ഓക്കെ, ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് ലാസ്റ്റ് ലെഗിലേക്ക്.
അടുത്ത് നമുക്ക് ഒരു ജമ്പർ വയറും കൂടെ കണക്ട് ചെയ്യണം. അതായത് ലാസ്റ്റ് ലെഗിൽ നിന്ന് ഫസ്റ്റ് മോസ്ഫെറ്റിൻ്റെ ലാസ്റ്റ് ലെഗിലേക്ക്. ഒന്നുകൂടെ കാണിച്ചു തരാം. ഓക്കെ, ലാസ്റ്റ് ആ റെഡ് നമ്മൾ കൊടുത്തില്ലേ, അതിൻ്റെ അവിടെ നിന്നാണ് മോസ്ഫെറ്റിൻ്റെ ലാസ്റ്റ് ലെഗിലേക്ക് കൊടുക്കേണ്ടത്. ഓക്കെ, നമ്മൾ ലാസ്റ്റ് കണക്ട് ചെയ്തു. ഇനി ഫസ്റ്റ് മോസ്ഫെറ്റിൻ്റെ ലാസ്റ്റ് ലെഗിലേക്കാണ് കണക്ഷൻ വേണ്ടത്. ഓക്കെ, നമ്മളതിലേക്ക് കണക്ഷൻ കൊടുക്കുക. കണക്ഷൻ കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അടുത്തുള്ള സെൻട്രൽ ലെഗിലേക്കോ അതിലേക്കൊന്നും സോൾഡറിങ് പോകാതെ കറക്റ്റായിട്ട് തന്നെ സ്പേസ് ഇട്ട് ഷോർട്ടാകാതെ ചെയ്യുക. അങ്ങനെ നമ്മുടെ ബോർഡിൻ്റെ കാര്യങ്ങളൊക്കെ തീർന്നു. ഇനി നമുക്ക് കണക്ഷൻസാണ് കൊടുക്കേണ്ടത്. അതായത് ട്രാൻസ്ഫോമർ എന്നുള്ളതും ബാറ്ററി എന്നുള്ളതും പിന്നെ ഇതിൻ്റെ ഔട്ട്പുട്ടും. അതിന് മുമ്പായിട്ട് ഞാൻ നിങ്ങളെ ആ ഡയഗ്രം ഒന്ന് കാണിക്കാം. ഇതാണ് ചെറിയ രീതിയിൽ നമ്മൾ വരച്ചിട്ടുണ്ട്. ഈ ഡയഗ്രം നിങ്ങൾ നോക്കി ചെയ്താൽ മതി, അല്ലെങ്കിൽ എൻ്റെ വീഡിയോ കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ നോക്കിയത് മനസ്സിലാവും. കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. കണ്ടില്ല, ഇത് സിമ്പിളാണ്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് റെഡിയാക്കാവുന്നതേ ഉള്ളൂ. ഇത് എപ്പോഴും ഇങ്ങനത്തെ ഒരു PCBയിലൊക്കെ ചെയ്താൽ നമുക്ക് കുറച്ച് വൃത്തിയായിട്ട് നീറ്റായിട്ടിരിക്കും. അങ്ങനെ ഷോർട്ടാകുമോ അങ്ങനെ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇനി നമുക്ക് ട്രാൻസ്ഫോമർ എടുത്തിട്ടുണ്ട്. ട്രാൻസ്ഫോമർ ഞാൻ 12012 5 ആംപിയറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു 1.5 ആംപിയർ തൊട്ട് 5 ആംപിയർ വരെ ഉപയോഗിക്കാം. അപ്പോൾ അതിൻ്റെ 3 വയറുകളുണ്ട്. 3 വയറിൽ 2 സൈഡിൽ ഓരോ കണക്ഷൻസ് മോസ്ഫെറ്റിൻ്റെ സെൻട്രൽ പോർഷനിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ സെൻറ്ററിൽ കണക്ട് ചെയ്തു. അടുത്ത പിന്നും സെൻറ്ററിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. അതായത് ട്രാൻസ്ഫോമറിൽ നിന്നുള്ള കണക്ഷൻസ് രണ്ടും നമ്മൾ സെൻട്രൽ മോസ്ഫെറ്റിലേക്ക് കണക്ട് ചെയ്തു. 2 മോസ്ഫെറ്റിൻ്റെയും സെൻട്രൽ ലെഗിലേക്ക്. നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഈ ബ്ലാക്ക് വയറാണ് ശരിക്കും പോസിറ്റീവ് എന്ന് പറയുന്നത്. അതുപോലെ നമുക്കിനി ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഔട്ട് എടുക്കണം. ഔട്ട് എടുക്കേണ്ടത് മോസ്ഫെറ്റിൻ്റെ ലാസ്റ്റ് ലെഗിൽ നിന്നാണ്. അതായത് നമ്മൾ ജമ്പറൊക്കെ കണക്ട് ചെയ്ത ആ റെഡ് വയർ ഉണ്ടല്ലോ, അവിടെ നിന്നാണ് നമുക്ക് ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യേണ്ട നെഗറ്റീവ് എടുക്കേണ്ടത്. ഇതിപ്പോൾ ഞാൻ കണക്ട് ചെയ്യാൻ പോകുന്നത് നെഗറ്റീവാണ്. നെഗറ്റീവ് എടുക്കുക. ഓക്കെ, നെഗറ്റീവ് കണക്ഷൻ നമുക്ക് ഔട്ടായിട്ടുണ്ട്. ഓക്കെ, ലാസ്റ്റ് ലെഗിൻ്റെ അതായത് ലാസ്റ്റ് മോസ്ഫെറ്റിൻ്റെ ലാസ്റ്റ് ലെഗ് 3ാമത്തെ ലെഗിലേക്കാണ് നമ്മൾ കണക്ഷൻ കൊടുക്കേണ്ടത്. പിന്നെ ബ്ലാക്ക് എന്ന് പറയുന്നതാണ് പ്ലസ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്കത് നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ഇത് ബാറ്ററി ഒന്ന് എടുക്കണം. ബാറ്ററി എടുത്തിട്ട് അതിലേക്കൊന്ന് കണക്ട് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് പ്ലസും നെഗറ്റീവും കിട്ടിക്കാണും. ഇതാണ് നമുക്ക് ഔട്ട് എടുക്കേണ്ടത്, അതായത് AC ഔട്ട് വരുന്നത്. ഓക്കെ, ഇനി ഞാനിത് യൂസ് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്ന ബാറ്ററി എന്ന് പറയുന്നത് UPSലെ ബാറ്ററിയാണ്. അതായത് നമ്മുടെ കമ്പ്യൂട്ടറിനൊക്കെ ഉപയോഗിക്കുന്ന UPSലെ ബാറ്ററി ഉണ്ടല്ലോ, 12 വോൾട്ട്. ആ 12 വോൾട്ട് ബാറ്ററിയിലാണ് ഞാനിത് വർക്ക് ചെയ്യാൻ പോകുന്നത്.
അതിൻ്റെ മുമ്പായിട്ട് നമുക്ക് ഈ 12 വോൾട്ടിലെ ബാറ്ററി നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യണം. ഇതാണ് ഞാൻ ബാറ്ററിയിൽ നിന്ന് എടുത്ത കണക്ഷൻസ്. അത് നമുക്ക് ചെക്ക് ചെയ്യാം എത്ര വോൾട്ടാണ് വരുന്നത്. അതായത് DC 12 വോൾട്ടാണ് വരുന്നത്. 12ൻ്റെ മേളിൽ കുറച്ച് കാണും, 12.13 വരുന്നുണ്ട്. അപ്പോൾ ചാർജുണ്ട്, ശരിക്കും നമുക്ക് അതിന് ചാർജുണ്ട്. ഇനി നമുക്ക് കണക്ഷൻസ് എല്ലാം ഞാൻ കൊടുത്തിരിക്കുന്നു. അതായത് ട്രാൻസ്ഫോമറിൽ നിന്നുള്ള ഔട്ട് എടുത്ത് ബോക്സിലേക്കാണ് കൊടുത്തത്. ഇതാണ് UPS. UPSൽ ഇതിൻ്റെ അകത്ത് ബാറ്ററി മാത്രമേ ഉള്ളൂ. ജസ്റ്റ് അതിൻ്റെ അകത്തുനിന്ന് തന്നെ ഞാൻ കണക്ഷൻ എടുത്തിട്ട് കണക്ഷൻ എടുത്ത് അത് നമ്മുടെ ബോർഡിലേക്ക് പോകും. ബോർഡിൽ നിന്ന് ഔട്ടായിട്ട് അത് ട്രാൻസ്ഫോമർ വഴി 2 വയർ കൂടെ നമ്മൾ ഈ ഒരു ബോക്സിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. അപ്പം ഈ ബോക്സിൽ ഞാൻ കണക്ഷൻ ഒന്നും കൊടുത്തിട്ടില്ല. അതായത് ജസ്റ്റ് ഒരു കണക്ഷൻ കൊടുക്കാൻ വേണ്ടി ഒരു സെറ്റപ്പ് ബോക്സ് ഞാൻ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ, ഒരു എക്സ്റ്റൻഷൻ ബോക്സ്. അപ്പോൾ അതിലേക്ക് ഞാൻ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ സ്വിച്ച് ഓൺ ചെയ്യാം. ഒരു 100 വാട്ട്സിൻ്റെ ബൾബാണ് ഞാൻ യൂസ് ചെയ്തതെന്ന്. ഓക്കെ, നമ്മുടെ പവർ ഓണായി, കണ്ടില്ലേ? അപ്പോൾ നമ്മുടെ ലൈറ്റ് ഓണായിട്ടുണ്ട്. അപ്പം നല്ല ബാക്കപ്പും കാര്യങ്ങളൊക്കെ നമുക്കിതിന് കിട്ടുന്നുണ്ട്, കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കും. അപ്പം ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ എല്ലാവരും ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്, നല്ലൊരു പെർഫോമൻസും നമുക്ക് ഒരു വീട്ടിൽ 1-2 ബൾബൊക്കെ സുഖമായിട്ട് നമുക്ക് കത്തിക്കാം. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും സന്ദീപ്.